ഒരു മിനിറ്റ്. ഈ പ്രാവശ്യം കേരളത്തിൽ മൊത്തം താമര വിരിയോ? അതുപോലെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഉള്ള രണ്ടുപേര് ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അഖിലും റോബിനും. എന്ത് തോന്നുന്നു? ഒരു അഭിമാന നിമിഷം അടുത്ത പ്രാവശ്യം ഇലക്ഷൻ അനുവദിക്കുമോ? അതായത് അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തി 26-27 വയസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മളാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാണ് ഷിയാസ് കരീം എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം. അതായത് അയാളുടെ ഉദ്ദേശം എന്താ, അയാളുടെ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, അയാൾ എന്ന് പറയുന്നത് അയാളുടെ കേസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണല്ലോ. എന്നിട്ടും അയാളുടെ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിലും തന്നെ അത് അനുമോള് വേണ്ടാത്ത കുറേ അപവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോള് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, അതിൻ്റെ അകത്ത് പറയുന്നത് അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതാണ് അനുമോള് പറഞ്ഞത്. അതായത് ഒരുത്തൻ ചോദിച്ചു ഇപ്രാവശ്യം താമര വിരിയോന്ന്, അനുമോൾ അങ്ങനെ ആവേശത്തിൽ കയറി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാഷ്ട്രീയക്കാരാണെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് അങ്ങ് മാറുക, നമ്മൾ കലയിലാണെങ്കിൽ നമ്മൾ കലയുമായിട്ട് പോകുക. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളൊക്കെ വോട്ട് ചെയ്തത് ലീഗുകാരുണ്ടാകാം, മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ഹിന്ദുക്കളും അതുപോലെ തന്നെ ക്രിസ്ത്യന്മാരും എല്ലാവരും ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക വേണ്ടത്. പക്ഷേ ആ ഷിയാസ് കരീം എന്ന് പറയുന്നവനില്ലേ, ഓനാണെങ്കിൽ അനുമോളെ കുഴി ചാടിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. കുറേ നാൾ മുമ്പ് അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേവന് അതായത് അനീഷ് എന്ന് പറയുന്നവന് ഓൻ അസൂയാണ്, ഓനല്ലേ കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞ അനുമോള്, അതായത് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ നല്ലവനാണോ? അല്ല, അറിയാതുകൊണ്ടേക്കുന്നതാണ്. ഈ അനീഷിന് എന്ന് പറയുന്നത് വേറെ കേസുകളൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണോ നമ്മളെ ചിയാസിക്ക കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അനുമോള് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അതുമാത്രവുമല്ല, ഇതുപോലെയുള്ള രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കലാജീവിതം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ഞാട്ടിയായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. അതായത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അജണ്ടയിൽ കളിക്കുന്നവനാണ്. അവൻ ആ കൃത്യമായിട്ടുള്ള അജണ്ട പറയുന്നുണ്ട്. അവനിപ്പോൾ ബീഫ് കഴിച്ചാലോ പോർക്ക് കഴിച്ചാലോ ഒന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്തിനാണ് അനുമോളെ അതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ടത്? അത് അവൻ ചെയ്ത ഒരു വലിയൊരു കുശാഗ്ര ബുദ്ധി എന്ന് പറയില്ലേ, അത് തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഇവൻ സ്റ്റാർ മാജിക്കിൻ്റെ മൂലക്കിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാളുണ്ട്, അയാളുമായിട്ട് എപ്പോഴും റീല് ചെയ്തിട്ട് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ആശാന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ആ ഒരു അവർക്ക് മനസ്സിലായി ഇവനുമായിട്ട് അത്ര വലിയ വേണ്ട. പിന്നെയാണ് ഇവനെ പിടികൂടുന്നത്, മറ്റേ ഇതാക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ട വാർത്തകളൊക്കെ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കുറേ ഇതായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊച്ചിയിൽ തന്നെ കുറേ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്നു. അതുകൊണ്ടാണ് അനുമോളോട് പറയുന്നത്, അനുമോളെ ഉള്ള വില കളയാൻ നിൽക്കണ്ട, ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഉള്ള വില പോകും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനുമായിട്ടുള്ള ആ പോക്ക് വരവ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനല്ല അയാൾ എന്ന് പറയുന്നത്. അയാളുടെ ഉള്ളിൽ ഒരു മുഖംമൂടി ഉണ്ട്, അയാളുടെ ഉള്ളിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനുണ്ട്. അതായത് നല്ല മനുഷ്യനൊന്നുമല്ല ഷിയാസ് കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വർത്താനം പറയുമ്പോൾ ഒക്കെ ഭയങ്കര ലുക്കായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കാൻ കഴിയില്ല. അവനെ വിശ്വസിച്ച എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് പന്നി ഇറച്ചി അത് മറ്റേ കപ്പയും ഇട്ട് കൊലത്തി കഴിച്ചാൽ നല്ല ടേസ്റ്റാന്ന്. അതെങ്ങനെയാണ് അവനെ പിടികിട്ടിയത്? അത് കഴിഞ്ഞിട്ട് അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് കിതാബിലുള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റൂലെന്ന്. ഇവൻ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരുത്തനാണോ? അല്ല, അറിയാതുകൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പം ഇവൻ കൃത്യമായിട്ട് അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു തമാശയല്ല. ഇവൻ കൃത്യമായിട്ട് അവിടെ അനുമോളെ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇവൻ്റെ കൂടെ കൂടിയിട്ട് അനുമോളും ചില വകതിരിവില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രവുമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വീഡിയോ ഇങ്ങനെ പറക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളെ ബീഫ് തിന്നാൻ നിർബന്ധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ പലതരത്തിലൊന്നും തന്നെ അനുമോള് ബീഫ് തിന്നുന്നതാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ചില പാത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പരാജയം മാത്രമാണ് ആശാന് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് പോകുമ്പോൾ തമാശയാണെങ്കിലും കുറേ മീഡിയാസ് നമ്മൾക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ സെലിബ്രിറ്റികളാണെങ്കിൽ ആ മീഡിയാസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. അവന് വേണമെങ്കിൽ ഡയറ്റിൻ്റെ കാര്യമായിട്ട് ബീഫ് അങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഇങ്ങനെ പറയാം, അവൻ എന്തിനവിടെ ഒരു പാർട്ടിയെ ഉപയോഗിച്ചു? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെയാണ് അയാൾക്ക് പരാജയം പറ്റിയത്.
അതായത് ആ പാർട്ടിയെ ഉപയോഗിച്ചിട്ട് ഈ ബീഫ് കഴിക്കാത്തവരൊക്കെ ബി ജെ പിക്കാരാണോ എന്നുള്ള തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ബീഫ് കഴിക്കാത്തവരുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പന്നി കഴിക്കാത്തവരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടം പോലെ കഴിക്കുന്നവരാണ്. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവുമില്ല. ബീഫ് കഴിക്കുന്ന അത്ര ഹിന്ദുക്കളുണ്ട്, അതുപോലെ തന്നെ പന്നി കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇവൻ തന്നെ പറഞ്ഞില്ലേ ഒലത്തി നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാന്ന്. ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ അനുമോളക്കാണ്. കാരണം അനുമോളുടെ പോസ്റ്റിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തെറികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ തെറികളാണ് അനുമോൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഈ ഒരു കേസിന് ഇങ്ങനെയൊരു സംഭവമുണ്ട്. ഒന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടം ആരാറും കൂറാറും ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. ഇപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായിട്ട് അവർ പല സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇതൊരു ഒരു വലിയ നേട്ടമാണ് അവർക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് നിന്നാ ഞാൻ പറഞ്ഞല്ലോ, പാവപ്പെട്ട ഇന്ത്യക്കാർക്കൊന്നും ഇതെന്ന സംഭവം എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ അവൻ നിർബന്ധിക്കുന്നു, അവൻ്റെ പേര് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പേര് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളെന്താ കരുതുക ഒരു ഭയങ്കര സംഭവം തന്നെയെന്ന്. പണ്ട് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചില സ്ഥലത്തുള്ള വീഡിയോസ് കൊണ്ടുവന്നിട്ട് അവിടെ ഇതാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ അവിടെ ഇതാണോ നടക്കുന്നത്, ഭയങ്കരം തന്നെ, കേരളം എന്തൊരു സുഖാന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നനുമോളെ, നിങ്ങൾ അവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോ. അവനുമായിട്ടുള്ള സഹവാസം വേണ്ട. വളരെ മോശമായിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ തമാശ പറഞ്ഞൊന്നുമല്ല. അവൻ തമാശയാണെങ്കിൽ അവന് കൃത്യമായിട്ടറിയാം ഇതൊരു വിവാദമാകുന്നൊരു കേസാണ്, അല്ലെങ്കിൽ ഇതൊരു പാർട്ടിയെ ബാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കൂടി പൊങ്കാലിടുന്നൊരു കേസാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമായി മാറും എന്ന് അവൻ അറിയാം. പക്ഷേ അതിൻ്റെ കൂടെ അനുമോളക്കും കൂടിയിട്ടിരുന്നു കൊട്ടുകയാണ് ചെയ്തത്. സാക്ഷാൽ ഒരു ചതിയൻ തന്നെയാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി. അല്ലാതെ അയാൾ ഒരിക്കലും നന്മക്ക് വേണ്ടി ചെയ്തതല്ല. ഒരാൾക്ക് വേണ്ടിയിട്ടും അയാൾ നന്മക്ക് വേണ്ടി ചെയ്യത്തുമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അതിൻ്റെ അകത്ത് ആടെ ഒരു BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടി എടുത്തിടേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു പാർട്ടി എടുത്തിട്ടു. അതുമാത്രമല്ല, ഇവൻ്റെ താമര വിരിയുന്ന പ്രശ്നം കൊണ്ട് അനുമോളാണെങ്കിൽ പോയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് എവിടെയോ പോകുമ്പോൾ താമര വിരിയുമോ എന്ന് ചോദിച്ചപ്പോഴേ താമര മറ്റേ വേനൽക്കാലം ആണെങ്കിൽ വിരിയില്ല, വർഷകാലമാണെങ്കിൽ വിരിയും എന്നുള്ള തരത്തിൽ പറഞ്ഞ് അതൊരു കണക്കിനെന്ന് പറഞ്ഞാൽ പരിഹാസം തന്നെയാണ്. അങ്ങനെയൊന്നും പരിഹസിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അനുമോൾ ജയിച്ചത് എന്ന് പറഞ്ഞാൽ വെറും കോൺഗ്രസ് മാർക്സിസ്റ്റോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ക്രിസ്ത്യൻ മാത്രമല്ല, ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ടാകാം, ഒരുപാട് BJPക്കാരുണ്ടാകാം. ഒരു കലാകാരിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവർക്ക് രാഷ്ട്രീയം അവരെ മനസ്സിലായിരിക്കണം. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വെറുപ്പുകളോ കാര്യങ്ങളോ എന്തെന്നായി കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത് വലിയ പ്രശ്നമാകുന്നു. എന്നിട്ടും അതിൻ്റെ അകത്ത് പോയി ചാടിയിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ പിടിപ്പുകേട് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അതായത് മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ അനുമോള് കുറച്ച് ദിവസം മുമ്പ് വളരെ മോശമായി പറഞ്ഞ ഒരു വ്യക്തി അത് അനീഷ് തന്നെയാണ്. ആ അനീഷിന് ഇമാതിരി സ്വഭാവമൊന്നുമില്ലാട്ടോ, അയാൾ പളുങ്കാന്ന് ശരിക്കും പറഞ്ഞാൽ. നന്ദി, നമസ്കാരം കേട്ടാ.